നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. 2 ഗഡുക്കൾ നിലവിൽ കുടിശ്ശികയായിട്ടുണ്ട്. ഏപ്രിൽ മാസം ഇലക്ഷൻ പശ്ചാത്തലങ്ങളിൽ ആനുകൂല്യ വിതരണം നടന്നിട്ടില്ല. മെയ് മാസത്തെ ധനസഹായവും വിതരണം ചെയ്തിട്ടില്ല. പദ്ധതി നിർത്തുമോ എന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പദ്ധതി എല്ലാം തന്നെ കൂടുതൽ കാര്യക്ഷമമായിട്ട് മുൻപോട്ട് പോകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില സൂചനകൾ. ജൂൺ 19 തീയതിയാണ് സംസ്ഥാന ബഡ്ജറ്റ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ കുറച്ചുകൂടി കാര്യങ്ങൾ ഈ 19 തീയതി പ്രഖ്യാപിച്ചേക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നിലവിൽ ഈ പദ്ധതിയിൽ 16,40,000 വരുന്ന സജീവ ഗുണഭോക്താക്കൾ, അതായത് ധനസഹായം ലഭിക്കാൻ യോഗ്യത നേടിയിട്ടുള്ളവരുണ്ട്. 18 ലക്ഷത്തോളമാണ് അപേക്ഷകർ വന്നിട്ടുള്ളത്. 30 ലക്ഷത്തോളം പേരെ ഉദ്ദേശിച്ച് സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു ഇത്. മുൻ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ പരിഷ്കാരങ്ങളൊക്കെ ഏർപ്പെടുത്തി നടപ്പിലാക്കാൻ പുതിയ സർക്കാരിന് സാധിക്കുന്നതായിരിക്കും. ഇത്രയും പേർക്ക് വേണ്ടി, അതായത് അപേക്ഷകൾ ഉൾപ്പെടെ ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടാണ് സാധാരണക്കാർ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന പദ്ധതികൾ തുടരുക തന്നെ ചെയ്യുമെന്നാണ് പുതിയ സർക്കാരും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർന്നുള്ള അറിയിപ്പുകൾ 1 ഗഡു ബജറ്റിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർന്നുള്ള ഓരോ അപ്ഡേഷനും നമ്മുടെ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ ജൂൺ 2 തീയതി മുതൽ ആരംഭിക്കുന്നതായിരിക്കും. സാധാരണഗതിയിൽ മുൻമാസങ്ങളിൽ എല്ലാ റേഷൻ കാർഡുകൾക്കും ലഭിച്ച രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യമായിട്ട് തന്നെ ഭക്ഷ്യവീതം വാങ്ങാൻ സാധിക്കും. മുൻഗണനേതര വിഭാഗങ്ങളിലെ കാർഡുകൾക്ക് APL വിഭാഗത്തിലെ കാർഡുകളാണെങ്കിൽ ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ, അതോടൊപ്പം തന്നെ ആട്ട 4 പാക്കറ്റ് വരെയൊക്കെ വാങ്ങാം. ഇനി വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ പ്രാവശ്യം 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ, ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് 2 കിലോ ഭക്ഷ്യധാന്യം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുൻപ് ലഭിച്ചതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2 മാസത്തേക്ക് ഒരുമിച്ച് വാങ്ങാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഏപ്രിൽ മാസം മുതലാണ് അത് ആരംഭിച്ചത്. അതായത് ഏപ്രിലെയും മെയിലെയും വിഹിതം ഏപ്രിൽ മാസം തന്നെ ഒരുമിച്ച് വാങ്ങാമായിരുന്നു. എന്നാൽ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വിതരണ രീതിയൊക്കെ പാളിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പുതിയ സർക്കാർ ഇപ്പോൾ ഓരോ മാസവും അതാത് മാസത്തിൻ്റെ വിഹിതം മാത്രമാക്കി വിതരണം ഇപ്പോൾ നടപ്പിലാക്കുന്നത്. റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ ആധാർ കാർഡുകൾ സ്കൂളുകൾ തുറന്നു. വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ വിവിധ മത്സര പരീക്ഷകൾ ഉൾപ്പെടെ ഉണ്ടാകും. അതുമാത്രമല്ല വിദ്യാർത്ഥികൾക്ക് വിവിധ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്ത ആധാറുകൾ പ്രധാനമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥിയുടെ കൃത്യമായിട്ട് ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ നടത്തേണ്ടത് ആവശ്യമാണ്. 5-ാം വയസ്സിലും 15-ാം വയസ്സിലുമൊക്കെ മുൻപ് നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 17 വയസ്സ് വരെയൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമാണ്. അതായത് വിദ്യാർത്ഥിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്ത് എടുക്കുന്ന സംവിധാനമാണ്. കാരണം വളർച്ചയുടെ ഒരു കാലഘട്ടമാണ്, മാറ്റങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അത്തരം മാറ്റങ്ങൾ കൃത്യമായിട്ട് ആധാറിൽ കൂടി കാണണം. അതുമാത്രമല്ല എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് തിരുത്തിയെടുക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക. പുതുക്കാത്ത ആധാർ കാർഡുകൾക്ക് ആനുകൂല്യങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.